ഓക്കെ ബാക്കി മൈക്കെടുത്തോളൂ. സിദ്ധാർത്ഥ് പറയൂ. ഓക്കെ നേരത്തെ സംസാരിക്കുമ്പോ ഈ സ്വവർഗാനുരാഗത്തെ കുറിച്ച് എന്തോ ഒരു നെഗറ്റീവ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഈ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് കാർത്തിക് ജി എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ അതൊരു ഒന്നാണോ? അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. മാനസിക വൈകല്യമാണ്. പക്ഷി മൃഗാദികളിലൊന്നും അതില്ല. മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഒരു ഏഹ്, സ്ത്രീ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, അവർക്ക് ഒരു മകനുണ്ട്. അപ്പോ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ വയസ്സാവുമല്ലോ. അപ്പൊ അവർക്ക് എന്താ പറയാ, പേരക്കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ പേരക്കുട്ടികളുണ്ട്. അപ്പൊ അവർക്കും വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു പേരക്കുട്ടി വേണ്ട, എന്റെ മോൻ കല്യാണം കഴിച്ചാലല്ലേ എനിക്കൊരു പേരക്കുട്ടി. ഈ മകനാണെങ്കിൽ ഹോമോസെക്ഷൽ ആണ്. അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ പേരക്കുട്ടി ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്ക്, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രകൃതി വിരുദ്ധമാണത്. ആണും പെണ്ണും ചേരുന്നതാണ് പ്രകൃതിയാവുള്ള സംഭവം. ആണും ആണും പെണ്ണും പെണ്ണും, അത് പ്രകൃതി വിരുദ്ധമാണത്. അതിനെ ഇനി നമ്മൾ ന്യായീകരിച്ച് വെളുപ്പിക്കണോ? എന്തിനെ വേണമെങ്കിൽ നമുക്ക് ന്യായീകരിച്ച് വെളുപ്പിക്കാം. മനസ്സിലായോ? അല്ല അത് അതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ. അതിപ്പോ ഒരു മാനസിക വൈകല്യം എന്ന് അങ്ങനെ അല്ലല്ലോ. അതിപ്പം മോഡേൺ സയൻസ് ഒക്കെ തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. അത് മനുഷ്യരുടെ എന്താ ജനറ്റിക്കും ഹോർമോൺസും എൻവയൺമെന്റൽ പല ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. അല്ലാതെ അതൊരു മാനസിക വൈകല്യം അല്ലല്ലോ കാർത്തിക് ജി. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. മോഡേൺ സയൻസിന് അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവും. മോഡേൺ സയൻസിന്റെ അഭിപ്രായത്തിൽ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ആത്മാവുണ്ട്, ഈശ്വരനുണ്ട് എന്നൊക്കെ കരുതുന്ന ആളാണ്. മനസ്സിലായോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും ചേരുന്നതാണ് ശരി. ആണും ആണും ചേരുന്നതും പെണ്ണും പെണ്ണും ചേരുന്നതും പ്രകൃതി വിരുദ്ധമാണ്. അതിന് മോഡേൺ സയൻസ് അല്ല, ഇനി അതിന്റെ അപ്പുറത്തെ സയൻസ് വന്ന് പറഞ്ഞാലും എന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല.